ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് മുട്ടദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എപ്പോഴും ചട്നി സാമ്പാറൊക്കെ കഴിച്ച് മടുത്തല്ലേ നമ്മൾ. ഒരു വെറൈറ്റിക്ക് മുട്ടദോശ ചിലർക്ക് അറിയായിരിക്കും, എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടദോശ പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഞാൻ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് ആദ്യം വേണ്ടത് സവാളയും തക്കാളിയാണ്. സവാള ഇപ്പോൾ വലിയതാണെങ്കിൽ ഒന്ന് മതി. ഞാനിപ്പോൾ മീഡിയം സൈസ് ആയതുകൊണ്ട് 2 മീഡിയം സൈസ് സവാളയും ഒരു തക്കാളി എടുത്തേക്കുന്നത്. അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയും കൂടി നല്ലോണം ഇട്ട് വഴറ്റുക. ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുത്താൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും അത്ര ആവശ്യമുള്ളൂ. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ മുട്ട റോസ്റ്റിനൊക്കെ വഴറ്റിയെടുക്കൂലേ, ആ പരുവം മതി. എന്നാൽ ഉള്ളി കടിക്കാനും പാടില്ല, എന്നാൽ നല്ല കഴിക്കാൻ പാകത്തിനുള്ളൊരു പരുവാവണം. അല്ലെങ്കിൽ നന്നായിട്ട് ചട്നി അരയത്തില്ല. മുട്ടദോശയ്ക്ക് എന്തിനാണ് ഈ ചട്നി ആക്കുന്നതെന്ന് ചോദിച്ചാൽ, മുട്ടദോശയ്ക്ക് സാമ്പാറും ചട്നീനെക്കാട്ടും കുറച്ചുകൂടെ ടേസ്റ്റി കൊടുക്കുന്നത് ഈ തക്കാളി ചട്നിയാണ്. ഭയങ്കര മാച്ചിങ് ആണ് ഇത് രണ്ടും. അടിപൊളി കോംബോ ആണ്. കഴിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ അതൊരുവിധം വഴഞ്ഞ് വന്നപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. ഇനി അത് ആറിയിട്ട് മിക്സിയിലിട്ട് അടിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട ഞാനിവിടെ 2 മുട്ട എടുത്തിരിക്കുന്നത്. ആ 2 മുട്ടയ്ക്കകത്ത് ഇച്ചിരി സവാള അരിഞ്ഞതും കൂടി ചേർക്കും. സവാള അരിഞ്ഞ് ചേർക്കണം. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ഒരു പൊടിക്ക് ഉപ്പ്, അത്രയും മതി. നമ്മൾ മുട്ട ആംപ്ലേറ്റിനൊക്കെ ചേർക്കുന്ന പോലെ സ്ലൈസ് ചെയ്താൽ മതി. എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, അത്ര തന്നെ. എഗ്ഗ് എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 4-5 ദോശയ്ക്ക് ഒരു സ്പൂൺ 2 സ്പൂൺ ഒഴിച്ച് ദോശ ചുടുകയാണെങ്കിൽ 2 മുട്ട മതിയാവും. ഇല്ല, ഒരു ദോശയ്ക്ക് ഒരു മുട്ട വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തേക്കുന്നത്. ഒരു 4-5 ദോശയ്ക്ക് അത് മതിയാവും. ഇനി ദോശ നമ്മൾ ഉണ്ടാക്കുമ്പം മാവ് കുറച്ചെടുത്തിട്ട് നേരിയ ദോശയാക്കിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ തിക്ക് ലെയറായിപ്പോവും. ഒരു ലെയർ ദോശ അതിന് മേലെ മുട്ടയും വരുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടി കൂടിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറയും. നമ്മൾ നേരെ ദോശയാക്കിയിട്ട് അതിൻ്റെ മേലെ മുട്ട ഒഴിച്ച് പരത്തുമ്പോഴത്തേക്ക് ആ ഒരു മീഡിയം സൈസ് ആവും മുട്ട. അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അങ്ങനെ നമ്മളെ മുട്ട ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ചട്നിയുടെ ഉള്ളി നല്ലതായിട്ട് ചൂടിറങ്ങിയിട്ടുണ്ട്. ഇനി അത് ചൂട് ആറിയതിന് ശേഷം നമ്മൾ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നല്ല പ്യൂരി പോലെ ആയിട്ട്. അങ്ങനെ നമ്മുടെ മുട്ടദോശ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദോശയാണിത്, മുട്ടദോശ. ഇതുണ്ടെങ്കിൽ അവർക്ക് 4-5 ദോശ ഇറങ്ങും. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി കൊടുക്കും മക്കൾക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ ബൈമോട്ട് ഓൺലൈൻ ഷോപ്പ്.